ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും കൂടുതൽ ഇന്ത്യക്കാർ രാജ്യത്ത് മടങ്ങിയെത്തി. വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്ററും ദൗത്യത്തിന്റെ ഭാഗമായി. ഇസ്രായേലിൽ നിന്ന് മടങ്ങിയെത്തിയവരിൽ 13 പേർ മലയാളികളാണ്. ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുന്നു. ഇന്ത്യക്കാരുമായി 3 വിമാനങ്ങളാണ് ഇന്ന് ഡൽഹിയിലെത്തിയത്. ഇസ്രായേലിൽ നിന്ന് സുരക്ഷിതമായി ജോർദാനിലെത്തിച്ച ഇന്ത്യൻ പൗരന്മാരുമായുള്ള ജസീറ എയർവേസ് രാവിലെ 8 മണിയോടെ ഡൽഹിയിലെത്തി. സംഘത്തിൽ കൊല്ലം കൊട്ടാരക്കര സ്വദേശിനി ശ്രീലക്ഷ്മി തുളസീധരനും ഉണ്ടായിരുന്നു. എംബസി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ജോർദാനിലെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തിരിച്ചു വരാൻ പറ്റിയില്ല, വൈകിട്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഫ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് ഞങ്ങൾ ജോർദാനിൽ നിന്ന് കുവൈറ്റിൽ വന്നു. പിന്നെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിന്റെ ഭാഗമായ ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ ആദ്യ സംഘവുമായി ഡൽഹി പാലം വ്യോമതാവളത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് ജോർദാനിലും ഈജിപ്തിലും എത്തിച്ച ഇന്ത്യൻ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന ദൗത്യമാണ് വ്യോമസേന ഏറ്റെടുത്തത്. ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇതുവരെ 31 മലയാളികളാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. ഇതിൽ 18 പേർ ഇറാനിൽ നിന്നും 13 പേർ ഇസ്രായേലിൽ നിന്നുമുള്ളവരാണ്. R. അച്യുതൻ, 24, ഡൽഹി.